പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. We are discussing the 8th chapter of plus 2 business studies. What is the name of our chapter? Controlling. And in our second class, that is in our previous class, we discussed the traditional techniques of controlling. We are discussing techniques of controlling, and two types of techniques are there. The first one is traditional and the second one is modern. And the first one, that is traditional techniques. We have already discussed traditional techniques in our second class, and in this class, that is in our third session, today we will discuss modern techniques of controlling. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ 8ാമത്തെ ചാപ്റ്റർ കൺട്രോളിംഗ്. ആ പാഠത്തിൻ്റെ 3ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ടോപ്പിക്കുകളാണ്. ഇന്ന് പഠിക്കുന്നത് മോഡേൺ ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് ആണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്ന കുട്ടികളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ അവർ ടോപ്പിക്. ടുഡേ വി വിൽ ഡിസ്കസ് മോഡേൺ ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മോഡേൺ ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് ആണ്. ഈ ടോപ്പിക് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. Modern techniques of controlling are those which are of recent origin and are comparatively new in management. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, as the name indicate, modern techniques, the name itself says that they are modern, new techniques. Modern techniques of controlling are those which are of recent origin. അടുത്ത കാലത്ത് വന്നത്, റീസെൻ്റ് ആയിട്ട് വന്ന ടെക്നിക്കുകളാണ്. and are comparatively new. ട്രഡീഷണലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പുതിയ ടെക്നിക്കുകളാണ്. ഏത്? മാനേജ്മെൻറ്റ്, ന്യൂ ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മേഖലയിൽ പുതിയതായിട്ട് ന്യൂ ടെക്നിക്കുകളെ വിളിക്കുന്ന പേരാണ് മോഡേൺ ടെക്നിക്സ് എന്ന്. ദീസ് ഇൻക്ലൂഡ്സ്, മോഡേൺ ടെക്നിക്സിൽ പ്രധാനമായിട്ടും 6 ടെക്നിക്കുകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മോഡേൺ ടെക്നിക്സ് കൺസിസ്റ്റ് ഓഫ് 6 ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ്. ദ ഫസ്റ്റ് വൺ ഈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ആദ്യത്തെ ടെക്നിക്കിൻ്റെ പേരെന്താണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. Second one, ratio analysis. Third one, responsibility accounting. Fourth one, management audit. നാലാമത്തെ പേരെന്താണ്? മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഫിഫ്ത്ത് വൺ, PERT and CPM, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. അതാണ് PERT and CPM എന്ന് പറയുന്ന 2 ടെക്നിക്കുകൾ. And the last one is Management Information System, MIS, Management Information System. അപ്പോൾ നമുക്ക് ഓരോ ടെക്നിക്കുകളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ BCom എത്തിക്കഴിഞ്ഞാൽ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ഒക്കെ ചെയ്തിട്ട് പഠിക്കേണ്ട കാര്യമാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് അത്രയൊന്നും ഡീപ്പായിട്ട് പഠിക്കാനില്ല. നമുക്ക് വളരെ കുറച്ച് 1, 2, 3 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രോബ്ലം ചെയ്യാനോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഡിസ്കഷനോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നാം ചെയ്യുന്നില്ല. ജസ്റ്റ് അതിൻ്റെ മീനിങ് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ടു എൻഷുർ whether the capital investment is properly utilized or not in order to get a reasonable amount of return, that is profit. എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പേര് ശ്രദ്ധിച്ചേ? ആ പേരൊന്ന് ശ്രദ്ധിച്ചേ. റിട്ടേൺ, വരുമാനം, ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപത്തിൽ നിന്നും കിട്ടുന്ന, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഇത് കാണാനുള്ള ഇക്വേഷൻ. അത്രയൊന്നും ഡീപ്പായിട്ട് നാം പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ടു എൻഷുർ. ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, ടു എൻഷുർ, ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, വെദർ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത്, ബിസിനസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. വി ആർ ഇൻവെസ്റ്റിംഗ് അവർ ക്യാപിറ്റൽ ഇൻ വാരിയസ് അസെറ്റ്സ്. മെയിൻലി വി വിൽ ഇൻവെസ്റ്റ് അവർ ക്യാപിറ്റൽ ഇൻ 2 types of asset, in fixed asset and in current asset. Capital investment means long term investment.
ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതായത് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലാണോ ഇൻവെസ്റ്റ് ചെയ്തത്, അതിൽ നിന്നും നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, നമ്മൾ നമ്മുടെ ഫിക്സഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നമുക്ക് മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ജസ്റ്റ് നിങ്ങൾ ഈ മീനിങ് മാത്രം പഠിച്ചാൽ മതി, ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു എൻഷുർ വെദർ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് ഓർ നോട്ട് ഇൻ ഓർഡർ ടു ഗെറ്റ് എ റീസണബിൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ക്ലിയർ? ആ ഇൻക്വേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് മോഡേൺ ടെക്നിക് ഈസ് റേഷ്യോ അനാലിസിസ്. സെക്കൻഡ് മോഡേൺ ടെക്നിക് ഈസ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ്. രണ്ടാമത്തെ മോഡേൺ ടെക്നിക്കിൻ്റെ പേര് ഇതാണ്, റേഷ്യോ അനാലിസിസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് റേഷ്യോസ്. റേഷ്യോ അനാലിസിസ് റെഫേഴ്സ് ടു analysis of financial statements, analysis of financial statements through computation of ratios, through computation of ratios. Ratio analysis refers to analysis of financial statements. What do you mean by the term financial statement? Yes, financial statement means at the end of an year, generally an organization will prepare profit and loss trading account, P&L account and balance sheet, and the statements prepared by the accounting department of an organization is known as financial statement. In short, it include different statements. For example, balance sheet is a financial statement, P&L account is a financial statement, and we are not at all discussing about financial statement, we are discussing about ratio analysis. By computing or with the help of different types of ratios on financial statements, ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലുള്ള ഡീറ്റെയിൽസിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്ത തരത്തിലുള്ള റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാം. ഇതൊക്കെ ബികോമിന് എത്തിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അവിടെ പഠിക്കാനുണ്ട്. അവരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലമൊക്കെ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് റേഷ്യോ അനാലിസിസ്. നാം അതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മൾ തിയറി മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ റേഷ്യോ അനാലിസിസ് റെഫേഴ്സ് ടു അനാലിസിസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ത്രൂ കമ്പ്യൂട്ടേഷൻ ഓഫ് റേഷ്യോസ്. വ്യത്യസ്ത തരത്തിലുള്ള റേഷ്യോ കമ്പ്യൂട്ട് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി, ഇതിനൊക്കെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റേഷ്യോ അനാലിസിസ് എന്ന്. ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ്. നമുക്ക് പ്രധാനമായിട്ടും 4 തരത്തിലുള്ള റേഷ്യോ ആണ് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്, ഇവിടെ കൺട്രോളിംഗ് എന്ന ഈ ഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഫോളോയിങ് ആർ ദ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ്. ദ ഫസ്റ്റ് വൺ ഈസ് ലിക്വിഡിറ്റി റേഷ്യോ. The first one is liquidity ratio. എന്താണ് ഒന്നാമത്തെ ടൈപ്പ് റേഷ്യോൻ്റെ പേര്? ലിക്വിഡിറ്റി റേഷ്യോ. Liquidity ratios are calculated to determine short-term solvency of a business. Liquidity ratio are calculated to determine short-term solvency of a business. ഒരു ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേം സോൾവൻസി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന, കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോയെ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന്. The short term solvency എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, short term solvency means ability of a company to meet its short term obligations. Ability of an organization to meet its short term obligations. What do you mean by the term short term obligation? Short term obligation means current liability. ഒരു കമ്പനിയുടെ കറൻറ്റ് ലയബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് എന്ന്. അതായത് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് എന്ന്. അപ്പോൾ ഒരു കമ്പനിക്ക് അതിൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന റേഷ്യോ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന്. കറൻറ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളുകളാണ്. ക്ലിയർ? അപ്പോൾ ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം സോൾവൻസി കണ്ടുപിടിക്കുന്ന റേഷ്യോയെ വിളിക്കുന്ന പേര് ലിക്വിഡിറ്റി റേഷ്യോ. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ, സോൾവൻസി റേഷ്യോ. രണ്ടാമത്തെ റേഷ്യോൻ്റെ പേരെന്താണ്? സോൾവൻസി റേഷ്യോ. റേഷ്യോസ് വിച്ച് ആർ കാൽക്കുലേറ്റ് ടു ഡിറ്റർമൈൻ ദ ലോങ് ടേം സോൾവൻസി ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ലോങ് ടേം സോൾവൻസി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ബിസിനസ്സിൻ്റെ ലോങ് ടേം സോൾവൻസി, ലോങ് ടേം സോൾവൻസി മീൻസ്, നേരത്തെ ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി, ലോങ് ടേം സോൾവൻസി മീൻസ് ഫിക്സഡ് ലയബിലിറ്റി.
ഒരു കമ്പനിയുടെ ദീർഘകാലത്തേക്കുള്ള ബാധ്യതകൾ, ഒരു കമ്പനിയുടെ ഒന്നിലധികം വർഷം വാലിഡിറ്റിയുള്ള 5-ലധികം വർഷം വാലിഡിറ്റിയുള്ള ലയബിലിറ്റീസിൻ്റെ ഒബ്ലിഗേഷൻസിനെ വിളിക്കുന്ന പേരാണ് ലോങ് ടേം ഒബ്ലിഗേഷൻസ് എന്ന്. അപ്പോൾ ഒരു കമ്പനിയുടെ ലോങ് ടേം ഡെപ്റ്റ് മീറ്റ് ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ കഴിവിനെന്ന് പറയാൻ പറ്റില്ല, മീറ്റ് ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന റേഷ്യോ, അതിനെ വിളിക്കുന്ന പേരാണ് സോൾവൻസി റേഷ്യോ എന്ന്. നെക്സ്റ്റ് തേർഡ് വൺ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദീസ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു അനലൈസ് ദ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഇതൊക്കെ എക്സാമ്പിളുകളാണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, എത്രമാത്രം ഒരു കമ്പനിക്ക് ലാഭമുണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന റേഷ്യോയെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന്. ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളുകളാണ്. നെക്സ്റ്റ് വൺ ടേൺ ഓവർ റേഷ്യോ. Turnover ratios are calculated to determine the efficiency of operations based on effective utilization of resources. ഒരു കമ്പനിക്ക് അതിൻ്റെ റിസോഴ്സുകളെ, ആ കമ്പനിയിൽ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ എത്രമാത്രം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് മനസ്സിലാക്കി തരുന്ന റേഷ്യോയെ വിളിക്കുന്ന പേരാണ് turnover ratio എന്ന്. Turnover ratios are calculated to determine the efficiency of operations based on effective utilization of resources. For example, stock turnover ratio, debtors turnover ratio, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളുകളാണ്. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കും മക്കളെ, ഇപ്പോൾ നിങ്ങൾ അധികം ഒന്ന് കൺഫ്യൂഷൻ വേണ്ട, ജസ്റ്റ് ആ മീനിങ് ഒന്ന് പഠിച്ചു പോവാം. ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് അതിൽ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ, റിസോഴ്സുകളെ എത്രമാത്രം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പരിശോധിക്കുന്ന റേഷ്യോയെ വിളിക്കുന്ന പേരാണ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, 4 ടൈപ്പ് റേഷ്യോ അനാലിസിസ് ആണുള്ളത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. ഏതൊക്കെയാണ്? ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പിന്നെ മൂന്നാമത്തത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ. നെക്സ്റ്റ് തേർഡ് മോഡേൺ ടെക്നിക്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. മൂന്നാമത്തെ മോഡേൺ ടെക്നിക്കിൻ്റെ പേര് ഇതാണ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉത്തരവാദിത്വം. റെസ്പോൺസിബിലിറ്റി മീൻസ് ഉത്തരവാദിത്വം. അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്കറിയാം. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് it is a system of accounting in which different sections or departments or divisions in an organization are taken as responsibility centers. The person in charge of the center is responsible for achieving the target. എന്താണ്? മനസ്സിലായിട്ടുണ്ടാവില്ല, വായിച്ചു നോക്കുക. അഗെയിൻ റീഡ് ദ മീനിങ്. It is a system of accounting. In which various section or department or division of an organization is considered as a responsibility center, and the person in charge of the center is responsible to achieve the target. എന്താണ് അങ്ങനെ പറഞ്ഞുതരാം. ഇതൊരു ടൈപ്പ്, ഒരു അക്കൗണ്ടിങ്ങിലെ ഒരു ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ പുതിയ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത് ഒരു കമ്പനിയിലെ വ്യത്യസ്ത സെക്ഷൻസിനെ, ഡിഫറെൻറ്റ് ഡിവിഷൻസിനെ ഓരോരോ റെസ്പോൺസിബിലിറ്റി സെൻറ്ററുകളായിട്ട് നമ്മൾ തീരുമാനിക്കും. ഫോർ എക്സാമ്പിൾ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ നമുക്ക് എന്തായാലും ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആക്കാം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആക്കാം. അതുപോലെ തന്നെ കസ്റ്റമർ കെയർ സെക്ഷനെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആക്കാം. സെയിൽസ് സെക്ഷനെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആക്കാം. എന്നിട്ട് ഓരോ സെക്ഷനും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. ഓരോരോ ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക. അതിൻ്റെ ഹെഡ്, ഇപ്പോൾ സപ്പോസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആയിട്ട് തീരുമാനിക്കുന്നു. അതായത് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അതായത് കോസ്റ്റുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യണം. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജർക്ക്, അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് പ്രൊഡക്ഷൻ മാനേജർക്ക് അതിൻ്റെ ചാർജ് കൊടുക്കുന്നു. പിന്നീട് ആ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിലെ, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആ
ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മാനേജറുടേതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി സെൻറ്ററായിട്ട് നമ്മൾ തീരുമാനിക്കുന്നു. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അതിൻ്റെ ഉത്തരവാദിത്തം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുക്കുന്നു? മാർക്കറ്റിംഗ് മാനേജർക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ടാർഗറ്റ് നേടിയെടുക്കേണ്ടത് മാർക്കറ്റിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഓരോരോ സെക്ഷൻസിനെ ഓരോരോ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തത്തിൻ്റെ സെൻറ്ററാക്കിയിട്ട് മാറ്റുക. എന്നിട്ട് ഒരാൾക്ക് അതിൻ്റെ ചാർജ് കൊടുക്കുക. ആ ചാർജുള്ള ആൾക്ക് അത് നേടിയെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി കൂടെ അസൈൻ ചെയ്ത് കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓരോരോ ഡിവിഷൻസിനെയും ഓരോരോ റെസ്പോൺസിബിലിറ്റി സെൻറ്ററുകളാക്കുക. ഒരാൾക്ക് അതിൻ്റെ ചാർജ് കൊടുക്കുക. എന്നിട്ട് അത് നേടിയെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി കൂടെ അയാൾക്ക് അങ്ങ് ഹാൻഡ് ഓവർ ചെയ്യുക. ക്ലിയർ? ഇനി നോക്കുക, പ്രധാനമായിട്ടും 4 ടൈപ്പ് റെസ്പോൺസിബിലിറ്റി സെൻറ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 ടൈപ്പ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് സെൻറ്റർ ഓർ എക്സ്പെൻസ് സെൻറ്റർ. കോസ്റ്റ് സെൻറ്റർ ഓർ എക്സ്പെൻസ് സെൻറ്റർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോസ്റ്റ് സെൻറ്റർ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻ വിച്ച് മാനേജേഴ്സ് ആർ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ കോസ്റ്റ് ഇൻകേർഡ്. ഇപ്പോൾ എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ കോസ്റ്റ് സെൻറ്റർ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻ വിച്ച് മാനേജേഴ്സ് ആർ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ കോസ്റ്റ് ഇൻകേർഡ്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേര് എക്സ്പെൻസ് സെൻറ്റർ എന്നതാണ്. എക്സ്പെൻസ് സെൻറ്റർ, എ കോസ്റ്റ് സെൻറ്റർ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു കമ്പനിയുടെ ഒരു സെഗ്മെൻ്റാണ്, ഒരു ഭാഗമാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇൻ വിച്ച് അതിലുള്ള മാനേജർമാർ, ഇൻ വിച്ച് മാനേജേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കോസ്റ്റ് ഇൻകേർഡ്. അതിലുള്ള മാനേജർമാർ അവിടെ ഉണ്ടാകുന്ന ചെലവിൻ്റെ കോസ്റ്റിൻ്റെ ഉത്തരവാദിത്തം ആ സെക്ഷനിലെ മാനേജർക്കാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ എ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ എ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് സെൻറ്റർ. ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ, മാനുഫാക്ചറിങ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? an unit, a business unit which convert raw materials into finished goods. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനകത്ത് എന്ത് ചെയ്യാം? നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു കോസ്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം എന്താ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് കോസ്റ്റ് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്കൊരിക്കലും പ്രോഫിറ്റ് സെൻറ്റർ ആക്കാൻ പറ്റില്ല. അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? വി ക്യാൻ ട്രീറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആസ് എ കോസ്റ്റ് സെൻറ്റർ ബിക്കോസ് ഇൻ പ്രൊഡക്ഷൻ സെക്ഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് വിൽ ഇൻകർ. ക്ലിയർ ആവുന്നില്ല? അപ്പോൾ ഒരു കമ്പനിയിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്ക് കോസ്റ്റ് സെൻറ്റർ ആക്കാം. അപ്പോൾ അവിടെ വരുന്ന എല്ലാ ചെലവിൻ്റെ എല്ലാ കോസ്റ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റി പ്രൊഡക്ഷൻ മാനേജർക്ക് അങ്ങ് കൊടുക്കുക. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജറുടെ തലയിലാണ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി. ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ചെലവിനും ഉത്തരം പറയേണ്ടത് പ്രൊഡക്ഷൻ മാനേജറാണ്. അതുകൊണ്ട് തന്നെ ഹി വിൽ ട്രൈ ടു റിഡ്യൂസ് ദ കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഹി വിൽ ട്രൈ ടു റിഡ്യൂസ് അൺനെസസറി കോസ്റ്റ്. അനാവശ്യ ചെലവുകൾ കുറക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കും? പ്രൊഡക്ഷൻ മാനേജർ ശ്രമിക്കും. കാരണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കമ്പനി എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് സെൻറ്ററായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ വരുന്ന ചെലവിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം പ്രൊഡക്ഷൻ മാനേജർക്കാണ്. ക്ലിയർ? സെക്കൻഡ് വൺ ഈസ് റവന്യൂ സെൻറ്റർ. സെക്കൻഡ് വൺ ഈസ് റവന്യൂ സെൻറ്റർ, അതായത് വരുമാനം ഉണ്ടാക്കി തരുന്ന, ഇൻകം ഏൺ ചെയ്ത് തരുന്ന സെൻറ്റർ. എ റവന്യൂ സെൻറ്റർ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് റവന്യൂ. എന്താണ് റവന്യൂ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു കമ്പനിയിലെ ഒരു സെക്ഷനാണ്, ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്ററാണ്. ആ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഏണിംഗ് ഓർ ജനറേറ്റിംഗ് റവന്യൂ ഫോർ ദ ബിസിനസ്. ഒരു ബിസിനസ്സിന് ലാഭമുണ്ടാക്കി കൊടുക്കുക, ഇൻകം ഏൺ ചെയ്ത് കൊടുക്കുക എന്ന ഉത്തരവാദിത്തമുള്ള സെക്ഷനെ വിളിക്കുന്ന പേരാണ് റവന്യൂ സെൻറ്റർ എന്ന്. എക്സാമ്പിൾ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ റവന്യൂ സെൻറ്റർ. ഒരു കമ്പനിയിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് പരസ്യം, അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? റവന്യൂ സെൻറ്ററായിട്ട് ട്രീറ്റ് ചെയ്യാം. ദ തേർഡ് വൺ ഈസ് പ്രോഫിറ്റ് സെൻറ്റർ. മൂന്നാമത്തത് പ്രോഫിറ്റ് സെൻറ്ററാണ്. പ്രോഫിറ്റ് സെൻറ്റർ ആണ്, മനസ്സിലാക്കുക. എ പ്രോഫിറ്റ് സെൻറ്റർ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. എ പ്രോഫിറ്റ് സെൻറ്റർ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു കമ്പനിയുടെ സെഗ്മെൻ്റ് ആണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഹൂസ് മാനേജർ, അതിൻ്റെ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂ ആൻഡ് കോസ്റ്റ്. അതിലെ മാനേജർ ഏതിനൊക്കെ ഉത്തരവാദിത്തമുണ്ട്? ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂ ആൻഡ് കോസ്റ്റ്. അപ്പോൾ റവന്യൂ കോസ്റ്റ് നമ്മൾ പഠിച്ചു, സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു. ആദ്യത്തെ കോസ്റ്റാണ്, രണ്ടാമത്തത് റവന്യൂ ആണ്. അപ്പോൾ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്ററാണ്. അതിൻ്റെ മാനേജർക്ക് 2 ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്? കോസ്റ്റിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, റവന്യൂവിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബോത്ത്
കോസ്റ്റ് ആൻഡ് റവന്യൂ. മനസ്സിലായിട്ടുണ്ടാവില്ല. For example, a repair and maintenance department of an organization may be treated as a profit center provided it bills other department for the services. അതായത് ഒരു കമ്പനിയിലെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു കമ്പനിയിലെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമുക്ക് പ്രോഫിറ്റ് സെൻ്ററായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം ആ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന കംപ്ലയിൻറ്റുകളൊക്കെ, അതായത് മെഷീൻ്റെ കംപ്ലയിൻറ്റ്, മറ്റ് കംപ്ലയിൻറ്റുകളൊക്കെ പരിഹരിച്ച് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടെ എന്തുണ്ട്? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് സ്പെയർ പാർട്സുകളും മറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അവിടെ കോസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു മെഷീൻ കംപ്ലയിൻറ്റ് വന്നു, അത് ക്ലിയർ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? മെഷീൻ കംപ്ലയിൻ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യും. പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ കമ്പനിയുടെ റവന്യൂ കുറയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കംപ്ലയിൻറ്റ് പരിഹരിച്ച് കൊടുക്കേണ്ടത് ആരാണ്? ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? പറയൂ, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? യെസ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആ കംപ്ലയിൻറ്റ് പരിഹരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് നഷ്ടം വരാതെ അല്ലെങ്കിൽ ലാഭം കുറയില്ല. കൃത്യസമയത്ത് തന്നെ പരിഹരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ആവില്ല. അതുവഴി കമ്പനിക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കമ്പനിക്ക് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തിനൊക്കെ? ബോത്ത് റവന്യൂ ആൻഡ് കോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ള സെക്ഷനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന്. ദ ഫോർത്ത് വൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. നാലാമത്തെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിൻ്റെ പേരെന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്നതാണ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ ഈസ് റെസ്പോൺസിബിൾ നോട്ട് ഓൺലി ഫോർ പ്രോഫിറ്റ് ബട്ട് ഓൾസോ ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് അസറ്റ്സ്. അതായത് നമുക്കറിയാം, അസറ്റ് നമ്മൾ കളക്ട് ചെയ്യുന്ന ക്യാപിറ്റൽ. Generally, an organization can raise the capital from different sources. What are the important sources available for a company to find out the required capital? First year business studies പഠിച്ചിട്ടുണ്ട്. Sources of business finance, share issue, debenture issue, long term loan, public deposit, ഇതൊക്കെ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഇങ്ങനെ പല മാർഗത്തിൽ നിന്നും കമ്പനി ക്യാപിറ്റൽ കളക്ട് ചെയ്യും. An organization will collect the required capital from different sources and the company will invest the collected capital in various assets. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിൽ കമ്പനി ഒരുപാട് അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കമ്പനിയുടെ ദ സക്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഈസ് പെർഫെക്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദ എഫിഷ്യൻസി ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ കമ്പനി. ഒരു കമ്പനിയുടെ ലാഭം അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഇപ്പോൾ കമ്പനി ഒരു മെഷീൻ വാങ്ങിക്കുക, അത് ഇൻവെസ്റ്റ്മെൻറ്റാണ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ്. കമ്പനി ബിൽഡിംഗ് വാങ്ങിക്കുക, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക, അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന മെഷീൻ ഏതാണോ അത് തന്നെ കണ്ടുപിടിച്ച് വാങ്ങിക്കണം. അല്ലാതെ നമ്മുടെ കമ്പനിക്ക് സ്യൂട്ടബിൾ അല്ലാത്ത മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ കമ്പനിക്ക് നഷ്ടം വരും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനാണ് അവർക്ക് പ്രധാനമായിട്ടും റെസ്പോൺസിബിലിറ്റി? അതായത് നമ്മൾ വാങ്ങിക്കുന്ന അസറ്റിൻ്റെ മുകളിൽ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഉത്തരവാദിത്തമുള്ള റെസ്പോൺസിബിലിറ്റി സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന്. അപ്പോൾ കുറച്ച് നല്ലോണം കാര്യങ്ങൾ പറഞ്ഞു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ. 4 ഞാൻ ഇത് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കുറച്ച് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലാവാത്ത കുട്ടികൾ റിപ്പീറ്റ് ചെയ്തിട്ട് 2 or 3 തവണ കേൾക്കുക. ക്ലിയർ? നെക്സ്റ്റ്, ഫോർത്ത് വൺ, നാലാമത്തത് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. Management audit refers to systematic appraisal of the overall performance of the management of an organization. Management audit refers to systematic appraisal. Appraisal എന്ന വേർഡ് എവിടെയാണ് കേട്ടെ? സ്റ്റാഫിങ്ങിൽ പെർഫോമൻസ് അപ്രൈസൽ ഓർമ്മയില്ലേ? അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്രൈസൽ മീൻസ് ഇവാലുവേഷൻ. മാനേജ്മെൻറ്റ് ഓഡിറ്റ് മീൻസ് സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ്. ഒരു കമ്പനിയിലെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന്. ദ പർപ്പസ് ഈസ് ടു റിവ്യൂ ദ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ടു റിവ്യൂ ദ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടു ഇംപ്രൂവ് ഇറ്റ്സ് പെർഫോമൻസ് ഇൻ ഫ്യൂച്ചർ പീരിയഡ്. ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ പോസിറ്റീവ് സൈഡുകൾ ഏതൊക്കെയാണ്, നെഗറ്റീവ് സൈഡുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കമ്പനിയിലെ മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിനെ, മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന, സിസ്റ്റമാറ്റിക്കായിട്ട് അപ്രൈസ് ചെയ്യുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ്
management audit and management audit. Management audit means a systematic evaluation of the performance of an organ of the management of a company with an intention of finding out the positive sides and negative sides of management. As a result of this technique or as a result of this activity, definitely the manager means managerial personnel may feel that they are undergoing systematic checking. So if we are not performing our activities properly, the person in charge of the performance appraisal management audit will find out that we are not capable. In such a situation, the organization will create, they will sometimes the top management may introduce some changes in the company that may severely affect our performance or our position. അപ്പോൾ ഒരു കമ്പനിയിലെ മാനേജർമാർ എന്താണ് അവർ ചെയ്യുന്ന പ്രവൃത്തിയെ കൃത്യമായിട്ട് വിലയിരുത്തുക. എന്ത് ചെയ്യുന്നു, ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുക. അവരുടെ പെർഫോമൻസിനെ ചെക്ക് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന്. മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ക്ലിയർ. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് PERT ആൻഡ് CPM. PERT ആൻഡ് CPM. അഞ്ചാമത്തെ ടെക്നിക്ക് ഇതാണ്, PERT ആൻഡ് CPM. PERT means Program Evaluation Review Technique. Program Evaluation Review Technique. And CPM means Critical Path Method. Critical Path Method. Program Evaluation Review Technique and Critical Path Method are important network techniques used in planning and controlling. പ്ലാനിങ്ങിലും കൺട്രോളിങ്ങിനും ഒരു കമ്പനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട രണ്ട് നെറ്റ്വർക്ക് ടൂൾസിനെ വിളിക്കുന്ന പേരാണ് CPM ആൻഡ് PERT എന്ന്. These techniques concentrate on time scheduling and resource allocation. These techniques concentrate on time scheduling and resource allocation. ഈ രണ്ട് ടെക്നിക്കുകളും ഏതിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ടൈം ഷെഡ്യൂളിങ്ങിനും റിസോഴ്സ് അലോക്കേഷനുമാണ്. അതായത് കൃത്യമായിട്ട് ഒരു സമയം, ഒരു ടൈം ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യുക, കൂടാതെ കമ്പനിയിലുള്ള റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യുക, ഓരോരോ ഡിവിഷൻസിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. റിസോഴ്സ് അലോക്കേഷൻ. അപ്പോൾ ടു നെറ്റ്വർക്ക് ടെക്നിക്സ് CPM ആൻഡ് PERT കോൺസെൻട്രേറ്റ് ഓൺ ടൈം ഷെഡ്യൂളിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. ടൈം ഷെഡ്യൂളിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് എയിംസ് അറ്റ് ഇഫക്റ്റീവ് പ്രോജക്റ്റ് എക്സിക്യൂഷൻ വിത്തിൻ ദ ടൈം ഫ്രെയിം ആൻഡ് കോസ്റ്റ്. ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റാണ്. നിങ്ങൾ പ്രൊജക്ട് മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കും, ഡിഗ്രി MCOM MBA ഒക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഒരു കമ്പനി ഓർഗനൈസേഷൻ ഈസ് എ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമാണ്? റിസോഴ്സ് ആവശ്യമാണ്, സമയം ആവശ്യമാണ്, അതുപോലെ തന്നെ ഒരു കോസ്റ്റ്, കുറച്ച് ചിലവുണ്ടായിരിക്കും. അപ്പം എത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചിലവിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര റിസോഴ്സ് വേണമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും കണ്ടുപിടിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡൊക്കെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ PERTും CPMും. 5 മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യമല്ല ഇത്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഡീപ്പായിട്ട് പോകാനില്ല. നിങ്ങൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ PGക്കോ പഠിക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ പേരും ജസ്റ്റ് ഒരു മീനിങ് മാത്രമേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്താണ് CPM ആൻഡ് PERT എന്ന് പറയുന്നത്? ദേ ആർ ടു ഇമ്പോർട്ടൻറ്റ് നെറ്റ്വർക്ക് ടെക്നിക്സ് യൂസ്ഡ് ഇൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. ഇനി ഇതിലെ സ്റ്റെപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ CPM ആൻഡ് PERT. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ CPM ഓർ PERT. ഈ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കിലോ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലുള്ള സ്റ്റെപ്പുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ദ ഫസ്റ്റ് വൺ, അറേഞ്ച് ഓൾ ആക്ടിവിറ്റീസ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഒരു ലോജിക്കൽ സീക്വൻസിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇതിൽ നിന്നും അതിലേക്ക്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ ഒരു ലോജിക്കൽ സീക്വൻസിൽ അറേഞ്ച് ചെയ്യാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, അറേഞ്ച് ഓൾ ആക്ടിവിറ്റീസ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. ബി, പ്രിപ്പയർ നെറ്റ്വർക്ക് ഡയഗ്രാം. എന്നിട്ട് എന്ത് ചെയ്യുക? നെറ്റ്വർക്ക് ഡയഗ്രാം പ്രിപ്പയർ ചെയ്യുക. നമുക്ക് പഠിക്കാനില്ല ഹൗ ടു പ്രിപ്പയർ നെറ്റ്വർക്ക് ഡയഗ്രാം ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ സ്റ്റെപ്പ് മാത്രമേ പഠിക്കാനുള്ളൂ. അനാവശ്യമായ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഞാൻ പറയുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പയർ നെറ്റ്വർക്ക് ഡയഗ്രാം ടു ഷോ ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ഈ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് കാണിക്കുന്ന നെറ്റ്വർക്ക് ഡയഗ്രാം, അതായത് ആരോ മാർക്ക് വെച്ചുകൊണ്ട് നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യുക. അതിനുശേഷം ടൈം എസ്റ്റിമേറ്റുകൾ കണ്ടുപിടിക്കുക. 3 ടൈം എസ്റ്റിമേറ്റ്സ്.
ഫൈൻഡ് ഔട്ട് ദ ടൈം എസ്റ്റിമേറ്റ്, അതായത് അത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയത്തിൻ്റെ ഒരു ഡ്യൂറേഷൻ കണ്ടുപിടിക്കുക. പ്രിപ്പയർ ടൈം എസ്റ്റിമേറ്റ്. 3 ടൈം എസ്റ്റിമേറ്റുകളാണുള്ളത്. അതിൽ ആദ്യത്തേത് ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. രണ്ടാമത്തേത് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. മൂന്നാമത്തേത് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പയർ ടൈം എസ്റ്റിമേറ്റ്സ്. പ്രിപ്പയർ ടൈം എസ്റ്റിമേറ്റ്സ്. ജനറലി 3 ടൈം എസ്റ്റിമേറ്റ്സ് ആർ ദർ. ദ ഫസ്റ്റ് വൺ ഈസ് ഒപ്റ്റിമിസ്റ്റിക്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം, ഓൾവേസ് തിങ്ക് പോസിറ്റീവ്. എന്താണ് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഇവിടെ ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് മീൻസ് ഷോർട്ടസ്റ്റ് ടൈം, ഏറ്റവും ചെറിയ സമയത്തെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന്. പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് ടൈമാണ്. അപ്പോൾ 3 ടൈം എസ്റ്റിമേറ്റുകൾ പ്രിപ്പയർ ചെയ്യുക. ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി. നാലാമത്തത് ദ ലോങ്ങസ്റ്റ് പാത്ത് ഇൻ ദ നെറ്റ്വർക്ക് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ നെറ്റ്വർക്ക് ഡയഗ്രത്തിലെ ലോങ്ങസ്റ്റ് പാത്തിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? ക്രിട്ടിക്കൽ പാത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. PERT and CPM are used extensively in areas like ship building, construction project, എയർക്രാഫ്റ്റ് മാനുഫാക്ചർ എക്സെട്ര. ഈ 2 ടെക്നിക്കുകളും ഒരുപാട് മേഖലകളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ മേഖലയിൽ, ഷിപ്പ് ബിൽഡിംഗ് മേഖലയിൽ, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് സെക്ഷനിൽ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നെറ്റ്വർക്ക് ടെക്നിക്കുകളാണ് CPM and PERT. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ മീനിങ് പഠിക്കുക. CPM and PERT are 2 important നെറ്റ്വർക്ക് ടെക്നിക്സ് എന്നും അതിലെ 4 സ്റ്റെപ്പുകളും നിങ്ങളൊന്ന് പഠിക്കുക. അതുപോലെ ഇത് റിസോഴ്സ് അലോക്കേഷനും ടൈം ഷെഡ്യൂളിങ്ങിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു എന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഡിഗ്രിക്ക് എത്തിയാൽ പഠിക്കാം. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ 1ാമത്തെ ചാപ്റ്റർ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ ലാസ്റ്റ് ടോപ്പിക്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, AIS ആൻഡ് MIS. ഞാൻ ഓൾറെഡി ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ട കുട്ടികൾക്കറിയാം. എന്താ MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? MIS മീൻസ് computer based information system. MIS is a computer based information system. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് MIS എന്ന് പറയുന്നത്. വിച്ച് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ട്സ് ദ മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് ഇഫക്റ്റീവ് ഡിസിഷൻ. ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് ശരിക്കും MIS എന്ന് പറയുന്നത്. It is an integrated computer software. A computer-based information system. അതായത് മാനേജ്മെൻറ്റ് നീഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. വ്യത്യസ്ത സമയങ്ങളിൽ മാനേജ്മെൻറ്റിന് വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫർമേഷൻ ആവശ്യമാണ്. അപ്പോൾ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന്. ക്ലിയർ? സിൻസ് ദ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ആർ പ്രൊവൈഡഡ് അറ്റ് ദ റൈറ്റ് ടൈം, മാനേജേഴ്സ് ക്യാൻ ടേക്ക് അപ്രോപ്രിയേറ്റ് കറക്റ്റീവ് ആക്ഷൻ ഇൻ കേസ് ഓഫ് ഡീവിയേഷൻ ഫ്രം ദ സ്റ്റാൻഡേർഡ് ഫിക്സ്. അപ്പോൾ if an organization implement management information system in an organization, suppose a company introduces MIS. ഒരു കമ്പനിയിൽ MIS ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ MIS സോഫ്റ്റ്വെയർ വിൽ പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ മാനേജേഴ്സ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോഴൊക്കെ മാനേജർമാർക്ക് എന്ത് കൊടുക്കും? ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യും. ഈ സോഫ്റ്റ്വെയർ. അപ്പോൾ എന്താണ്? കൃത്യസമയത്ത് തന്നെ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നു മാനേജർമാർക്ക്. ആ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മാനേജർമാർക്ക് എന്ത് ചെയ്യാം? കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാം. കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്ന പ്രോസസ്സാണ് കൺട്രോളിങ്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ സ്റ്റാൻഡേർഡിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് ആ സമയത്ത് അതിൻ്റെ റീസണും അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്നൊക്കെ ഈ MIS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയും മാനേജർമാർക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനും പറ്റുന്ന ഒരു ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത ഇൻഫർമേഷൻ സിസ്റ്റമാണ് MIS. MIS സോഫ്റ്റ്വെയറുകൾ എന്ത് ചെയ്യുന്നു? കമ്പനിയിലെ മാനേജർമാർക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് മാനേജർമാർക്ക് എന്ത് ചെയ്യാം? കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് 6ാമത്തെ പോയിന്റ് MIS. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജുകൾ നോക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് MIS. It helps in planning, decision making and controlling at all levels. ഒരു കമ്പനിയിലെ എല്ലാ ലെവൽസിലും, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ഇവിടെയൊക്കെയുള്ള പ്ലാനിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ് ഇതിനൊക്കെ MIS സഹായിക്കും. ഇറ്റ്
ഹെൽപ്സ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിങ് ഇൻ ഓൾ ലെവൽസ്. എല്ലാ ലെവൽസിലും പ്ലാൻ ചെയ്യാനും അതുപോലെ ഡിസിഷൻസ് എടുക്കാനും കൺട്രോളിങ് ചെയ്യാനൊക്കെ പറ്റും MIS ഉപയോഗിച്ചുകൊണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ. MIS സോഫ്റ്റ്വെയർ സപ്ലൈ ചെയ്യുന്ന ഇൻഫർമേഷൻ വളരെ ഹൈ ക്വാളിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ വിശ്വസനീയമായിരിക്കും, റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. Since MIS use computer software, the information provided by the management information system or MIS software will be accurate or high quality information is available for managers. ഇതാണ് MISൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ സ്പാൻ ഓഫ് മാനേജ്മെൻ്റ് ആണ്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ ഞാൻ പറഞ്ഞു, ഈ ടോപ്പിക്ക് ഓർഗനൈസിങ് എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി ഫോക്കസ് ഏരിയയിൽ കൃത്യമായിട്ട് വന്നതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് പറയുന്നു എന്നേ ഉള്ളൂ. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചർ വന്നിട്ട് ക്ലാസ് എടുക്കുന്നില്ലേ? നിങ്ങളുടെ +2 കൊമേഴ്സിൽ എത്ര കുട്ടികളുണ്ട്? ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 55 കുട്ടികളുണ്ട്. 55 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. സപ്പോസ് 55 പകരം ഇൻസ്റ്റെഡ് ഓഫ് 55 ഇഫ് ദർ ഈസ് 165 സ്റ്റുഡൻസ്, 165 കുട്ടികളുണ്ടെങ്കിൽ എന്താണ്, ടീച്ചർക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു ക്ലാസ്സിൽ മാക്സിമം 60 കുട്ടികളെ വരെ ഒരു ടീച്ചർക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഒരു ടീച്ചർക്ക് ഇഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പറാണ് 60 എന്ന് പറഞ്ഞു. അതിന് പകരം 160 ആയിക്കഴിഞ്ഞാൽ അത് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഒരു കമ്പനിയിലെ ഒരു മാനേജർക്ക് ഇഫക്റ്റീവായിട്ട് എത്ര സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാനൊരു മാനേജറാണെന്ന് ചോദിച്ചോ, സപ്പോസ് ഐ എം എ മാനേജർ. എനിക്കൊരിക്കലും 500 സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എൻ്റെ അണ്ടറിൽ 500 സബോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മാനേജർക്ക് ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ. Span of management determines the level of management in the structure. The span of management to a large extent gives shape to the organization structure. ഈ സ്പാൻ ഓഫ് മാനേജ്മെൻ്റ് ആണ് ഒരു കമ്പനിയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് ഷേപ്പ് കൂടെ നൽകുന്നത്. അപ്പോൾ ഓർഗനൈസിങ് എന്ന പാഠം കൃത്യമായിട്ട് കണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതോടുകൂടി നമുക്ക് പഠിക്കാനുള്ള ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയുള്ള 8ാമത്തെ ചാപ്റ്റർ കൺട്രോളിംഗ് എന്ന ചാപ്റ്റർ നമ്മളിവിടെ ഫിനിഷ് ചെയ്യുകയാണ്. വെറും 3 ക്ലാസ്സുകൾ മാത്രമാണ് എടുത്തത്. ആദ്യത്തെ ക്ലാസ്സിൽ സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ്, സെക്കൻഡ് ക്ലാസ്സിൽ ട്രഡീഷണൽ ടെക്നിക്സ്, 3ാമത്തെ ക്ലാസ്സിൽ മോഡേൺ ടെക്നിക്സ്. കുറേ കാര്യങ്ങൾ മോഡേൺ ടെക്നിക്സിൽ നമ്മൾ പഠിച്ചു. മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സും സ്ലൈഡും ആവശ്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.